ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഴതോരും മുൻപേടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമാണെന്ന് വെച്ചാൽ ഒന്ന് ലൈക്കും ഹൈപ്പും ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. പിറ്റേന്ന് രാവിലെ 10 മണിയോടെ സ്റ്റാൻലി ബബിതയെയും കൂട്ടി ഹൈക്കോടതിന് പിന്നിലുള്ള പിയുടെ ഓഫീസിലേക്ക് പോയി. പി ജയമോഹൻ ഓഫീസിലുണ്ടായിരുന്നു. സന്ദർശനാനുമതി വാങ്ങിയ സ്റ്റാൻലി ബബിതയെയും കൂട്ടി ഓഫീസ് റൂമിലേക്ക് കടന്നു ചെന്നു. പിക്ക് സ്വയം പരിചയപ്പെടുത്തി. പി സ്റ്റാൻലിയെ അടിമുടി നോക്കി. അയാളോട് ചേർന്ന് നിന്ന് ബബിതയെയും. "നിങ്ങളാണ് അന്വേഷണത്തിന് വന്ന ഓഫീസർമാരെ ഭീഷണിപ്പെടുത്തി തിരിച്ചയച്ചത് അല്ലേ?" പി പൗരുഷസ്വരത്തിൽ ചോദിച്ചു. "ഞാനല്ല ഭീഷണിപ്പെടുത്തിയത്, അവർ എന്നെയാണ്. അവർ ചോദ്യം ചെയ്യാൻ വന്ന പെൺകുട്ടിയെ കാണാൻ പോലും നിങ്ങൾ സമ്മതിച്ചില്ല എന്നാണല്ലോ എനിക്ക് കിട്ടിയ റിപ്പോർട്ട്." "അത് തെറ്റാണ് സർ. അവരുടെ ഉദ്ദേശശുദ്ധിയിൽ എനിക്ക് സംശയം തോന്നി. അവർ ചില മുൻവിധികളോടെയാണ് വന്നത്. സെക്സ് റാക്കറ്റിലെ അംഗമാണ് ഈ പെൺകുട്ടി. ഇവളെ അറസ്റ്റ് ചെയ്തു കളയും എന്നെല്ലാമാണ് എന്നെ ഭീഷണിപ്പെടുത്തിയത്. അതല്ല സത്യം എന്നു ഞാൻ പറഞ്ഞപ്പോൾ അവർ കേൾക്കാൻ തയ്യാറായില്ല." "ഇവളാണോ ബബിത?" "അതെ." "നിനക്കെന്താടി വാലുണ്ടോ? 2 പോലീസ് ഓഫീസർമാർ വന്നാൽ കാണാൻ എന്താ നിനക്ക് ഇത്ര അറപ്പ്? നിന്റെ വീഡിയോ ഞങ്ങൾ കണ്ടു. അവിടെ ഈ അറപ്പും അഹന്തയും ഒന്നും കണ്ടില്ലല്ലോ." പി ആക്രോശിച്ചു. ബബിത നടുങ്ങിപ്പോയി. "സൂക്ഷിച്ചു സംസാരിക്കണം. നിങ്ങളുടെ വായിൽ വാക്കുകൾ ചീഞ്ഞു കിടപ്പുണ്ടെങ്കിൽ അതങ്ങ് വിഴുങ്ങുക. നിങ്ങൾ തന്തയ്ക്കു പിറന്ന പോലീസുകാരനാണെന്ന് വിചാരിച്ചാണ് ഞാൻ ഇവളെയും കൂട്ടി ഈ ഓഫീസിൽ കയറി വന്നത്." സ്റ്റാൻലിയുടെ കവിൾത്തടങ്ങൾ വിറകൊണ്ടു. പിയുടെ മുഖം ചുവന്നു. അയാൾ സീറ്റിൽ നിന്ന് എഴുന്നേറ്റു. "താൻ എന്നെ ഭീഷണിപ്പെടുത്തുകയാണോ? ഞാൻ സൂക്ഷിച്ച് സംസാരിച്ചില്ലെങ്കിൽ താൻ എന്തു ചെയ്യുമെടോ?" "ഞാൻ പലതും ചെയ്തു തരും." ബബിത ഭയവിഹുലയായി സ്റ്റാൻലിയെ നോക്കി. "പപ്പ, ഇപ്പോൾ പൊട്ടിത്തെറിച്ചേക്കുമെന്ന് തോന്നി. കടപ്പല്ല് ഞെരിക്കുന്ന ഒച്ച കേൾക്കാമായിരുന്നു. ഞാൻ ജീവിച്ചു മടുത്തവനാണ്. താൻ തുടങ്ങിയിട്ടേയുള്ളൂ." സ്റ്റാൻലി അയാളുടെ മൂക്കിന് നേർക്ക് വിരൽ ചൂണ്ടി. പി ചെറുപ്പക്കാരനായിരുന്നു. സ്റ്റാൻലിയുടെ ആകാരഗാംഭീര്യവും കണ്ണുകളിൽ തിളങ്ങിയ കടുവയുടെ കൗര്യവും മുഖത്ത് തിളച്ച ക്രോധവും തീക്കനൽ പോലെ ജ്വലിച്ച വാക്കുകളെയും അയാൾ ഒരു നിമിഷത്തേക്ക് അധീരനാക്കി. കേവലം ഒരു സിവിലിയനല്ല, ആർമിയിൽ ഉന്നതമായ ഒരു പദവിയിലിരുന്ന ഓഫീസറാണ് മുൻപിൽ നിൽക്കുന്നതെന്ന ചിന്തയും അയാൾക്കുണ്ടായി. "മോളിരിക്കെ." സ്റ്റാൻലി കസേര ചൂണ്ടിക്കാട്ടി. ബബിത ഒന്ന് മടിച്ചു. "ടേക്ക് യുവർ സീറ്റ്." സ്റ്റാൻലി കർശനമായി പറഞ്ഞതോടെ അവൾ ഇരുന്നു. തൊട്ടടുത്ത കസേരയിൽ സ്റ്റാൻലിയും ഇരുന്നു. "നിങ്ങൾ മര്യാദ കാണിക്കാത്തതുകൊണ്ട് ഞാൻ മര്യാദ എടുക്കുകയാണ്." സ്റ്റാൻലി പറഞ്ഞു. പിയുടെ മേശപ്പുറത്തെ ടെലിഫോൺ റിംഗ് ചെയ്യാൻ തുടങ്ങി. അയാൾ റിസീവർ എടുത്തു. മേലുദ്യോഗസ്ഥനാണ് വിളിച്ചതെന്നു സ്റ്റാൻലിക്ക് മനസ്സിലായി. പി ഭവ്യതയോടെയാണ് സംസാരിച്ചത്. "സാർ, എടുത്തിട്ടുണ്ട്." "ഉവ്വ്, സംസാരിച്ചു തുടങ്ങിയതേയുള്ളൂ." "ഇല്ല, ശരി സർ." "ഉണ്ട്, ഓക്കെ സാർ." പി റിസീവർ വച്ചു. എന്നിട്ട് കസേരയിലേക്ക് ഇരുന്നു. ബബിതയെയും സ്റ്റാൻലിയെയും നോക്കി. "ഉച്ചതിരിഞ്ഞ് കമ്മീഷണർക്ക് നിങ്ങളെ കാണണം. 4 മണിക്ക് കമ്മീഷണറുടെ ഓഫീസ് അറിയാമോ?" "ഞാൻ കണ്ടുപിടിച്ചോളാം." സ്റ്റാൻലി പറഞ്ഞു. "ഇത് നിങ്ങൾ കരുതുന്നത് പോലെ നിസ്സാരമല്ല. വലിയ കോളിളക്കമുണ്ടാക്കിയേക്കാവുന്ന കേസാണ്." പി അല്പം ഭീഷണി കലർന്ന സ്വരത്തിൽ പറഞ്ഞു. "അതിനാണ് ഞങ്ങളും വന്നത്. ഉണ്ടാകട്ടെ. താങ്കൾ ആരാണ് ഈ കുട്ടിയുടെ ലോക്കൽ ഗാർഡിയൻ? തെളിവുണ്ടോ? എന്തെങ്കിലും രേഖ?" "തെളിവുണ്ടാക്കാം. ആവശ്യം വരട്ടെ." "ബബിതയുടെ അച്ഛൻ ബാലചന്ദ്രമേനോനും അമ്മ വൈജയന്തിയുമാണെന്നാണ് ഇവിടെ ഞങ്ങൾക്ക് കിട്ടിയ റിപ്പോർട്ട്." "പിന്നെ നിങ്ങൾ എങ്ങനെ ബന്ധുവാകുമെന്നും ലോക്കൽ ഗാർഡിയനാകുമെന്നും വിശദീകരിക്കേണ്ടി വരും." "ഞാൻ ഇവളെ ദത്തെടുത്തു, എൻ്റെ മകളായിട്ട്. അഡോപ്ഷൻ നടത്തിയതിന് ഡോക്യുമെൻ്റ് ഉണ്ട്. കോടതിയിൽ ഹാജരാക്കിയാൽ മതിയല്ലോ." "ഇവൾ എങ്ങനെ സെക്സ് റാക്കറ്റുമായി ബന്ധപ്പെട്ടു?" പി ചോദിച്ചു. "ബൈ ചീറ്റിംഗ്. വിമൻസ് കോളേജിലെ കൂട്ടുകാരി ആങ്ങളെയാണെന്നും പറഞ്ഞ് ഒരുത്തനെ പരിചയപ്പെടുത്തി. അവനു വേണ്ടി റെക്കമെൻഡ് ചെയ്തു, പ്രലോഭിപ്പിച്ചും പ്രേമത്തിൽ വീഴ്ത്തി. സ്വന്തം വീടാണെന്നും പറഞ്ഞ് എവിടെയോ കൂട്ടിക്കൊണ്ടുപോയി. ഒടുവിലാണ് തിരിച്ചറിയുന്നത് ആങ്ങളെയും പെങ്ങളും വീടും ബന്ധുക്കളും സ്നേഹിതരും എല്ലാം സെക്സ് റാക്കറ്റിൻ്റെ നാടകമായിരുന്നെന്ന്. അപ്പോൾ തോന്നിയത് സൂയിസൈഡ് ചെയ്യാനാണ്. അതിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടു കരപറ്റുന്നതേയുള്ളൂ. അതിനിടയ്ക്ക് ഹരാസ് ചെയ്യാൻ ശ്രമിച്ചാൽ സമ്മതിക്കില്ല ഞാൻ." സ്റ്റാൻലി ഒരു മുന്നറിയിപ്പ് നൽകി. "ഏത് കോളേജിലാണ് പഠിച്ചിരുന്നത്? ആരൊക്കെയായിരുന്നു ഫ്രണ്ട്സ്?" പി ചോദിച്ചു. ബബിത സ്റ്റാൻലിയെ നോക്കി. "പപ്പ പറഞ്ഞാൽ മതി." ബബിതയ്ക്ക് പേടി മാറിയില്ല. "പപ്പയെന്നാണോ വിളിക്കുന്നത്?" "അതെ." ബബിത പറഞ്ഞു. "ശരി, പറയൂ, ഏത് കോളേജ്? കുഴപ്പത്തിലാക്കിയ കൂട്ടുകാർ ആരൊക്കെയാണ്?" ബബിത അതെല്ലാം പിയോട് പറഞ്ഞു. സോണിയ, ഡേവിഡ്, താരാകൃഷ്ണനുണ്ണി, സിദ്ധാർത്ഥൻ, സന്തോഷ്, ജീവൻ, പ്രണയം. ചിലതെല്ലാം അവൾ അസിസ്റ്റന്റ് കമ്മീഷണറുടെ ഊഹത്തിന് വിട്ടുകൊടുത്തു. ഒടുവിൽ പി പറഞ്ഞു. "ശരി, ഉച്ചതിരിഞ്ഞ് കമ്മീഷണറെ കാണുക. ഇപ്പോൾ പറഞ്ഞതൊന്നും മാറ്റിപ്പറയരുത്." സ്റ്റാൻലി താങ്ക്സ് പറഞ്ഞ് ബബിതയെയും കൂട്ടി അവിടെ നിന്നും ഇറങ്ങി. ഉച്ചനേരമായതിനാൽ കോളേജിന്റെ അങ്കണത്തിലും ഇടനാഴികളിലും പാസേജുകളിലും പെൺകുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിക്കൊണ്ടിരുന്നു. അതിൽ ചിലർ ബബിതയെ അത്ഭുതത്തോടെ തിരിച്ചറിഞ്ഞു. 2 പെൺകുട്ടികൾ അവളുടെ പിന്നാലെ വന്ന് അടക്കിയ സ്വരത്തിൽ "ഫാദർ ആണോ കൂടെ?" എന്ന് ചോദിച്ചു. അവൾ "അതെ" എന്നുത്തരവും പറഞ്ഞു.
സ്റ്റാൻലി പട്ടാളച്ചിട്ടയിലാണ് എന്നോണം നടന്നു പോയിക്കൊണ്ടേയിരുന്നു. പ്രിൻസിപ്പലിന്റെ ഓഫീസ് റൂമിന് മുന്നിൽ അയാൾ നിന്നു. ബബിത 2 ചുവട് പിന്നിലായിരുന്നു. മേ ഐ കമിൻ സർ? വാതിൽ തുറന്ന് പിടിച്ച സ്റ്റാൻലി ചോദിച്ചു. പ്രിൻസിപ്പൽ ഏതോ അധ്യാപിക ലീവ് ചോദിച്ചതിന് വഴക്ക് പറയുകയായിരുന്നു. കമീൻ, പ്രിൻസിപ്പൽ പറഞ്ഞു. അധ്യാപിക നിരാശയോടെ മുറിവിട്ടിറങ്ങിപ്പോയി. സ്റ്റാൻലിയുടെ പിറകെ ബബിതയും കയറി ചെന്നു. ബബിതയെ തിരിച്ചറിഞ്ഞതും പ്രിൻസിപ്പലിന്റെ മുഖം ഇരുണ്ടു. അവർ സ്റ്റാൻലിയുടെ നേർക്ക് ഗൗരവത്തിൽ നോക്കി. വാട്ട്സ് ദ മാറ്റർ? ഇത് ബബിത. സ്റ്റാൻലി അവളുടെ നേർക്ക് ആംഗ്യം കാട്ടിയിട്ട് തുടർന്നു. ഇവിടെ പഠിച്ചുകൊണ്ടിരുന്ന സ്റ്റുഡൻ്റാണ്. ഇവളൊരു സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തിയതോടെ നിങ്ങളുടെ ഉത്തരവാദിത്തം തീർന്നു എന്നറിയാം. തീർന്നു, സംശയം വേണ്ട. TC എഴുതി വച്ചിട്ടുണ്ട്. വാങ്ങിച്ചുകൊണ്ട് പോകാൻ വരാഞ്ഞതെന്താണ്? അതിനും കൂടി വേണ്ടി വന്നതാണ്. അതിനു മുൻപ് വേറൊരു കാര്യം പറയാനുണ്ട്. ഇവളുടെ പേരിൽ ഇപ്പോൾ ഒരു കേസ് വന്നിരിക്കുന്നു, സ്റ്റാൻലി പറഞ്ഞു. അതൊന്നും എനിക്കറിയണ്ട. TC വാങ്ങാൻ വന്നതാണെങ്കിൽ വാങ്ങിച്ചുകൊണ്ട് പോയിക്കോളൂ. ഇവിടെ പഠിക്കുന്ന 2 സ്റ്റുഡൻസിന് കൂടി TC കൊടുക്കേണ്ടി വരും. വൺ മിസ് സോണിയ ഡേവിഡ്, അതർ വൺ ഈസ് താരാകൃഷ്ണൻ ഉണ്ണി. ഇവിടെ ആർക്കൊക്കെ TC കൊടുക്കണമെന്ന് നിങ്ങളാണോ തീരുമാനിക്കുന്നത്? അതെ, ഞാൻ തന്നെയാണ്. സോണിയ ഡേവിഡും താരാകൃഷ്ണൻ ഉണ്ണിയും ഉൾപ്പെട്ട സെക്സ് റാക്കറ്റിലെ ചിലരെ സിറ്റി പോലീസ് അറസ്റ്റ് ചെയ്തു. കൂട്ടത്തിൽ ബബിതയെപ്പറ്റിയും അന്വേഷണം വന്നു. സോണിയ ഡേവിഡും താരാകൃഷ്ണൻ ഉണ്ണിയും കൂടി ബബിതയെ വിളിച്ചുകൊണ്ട് പോയി ചീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കോളേജിന്റെയും ആ സ്റ്റുഡൻസിന്റെയും പേരും വിവരങ്ങളും വെച്ച് പത്രങ്ങളിൽ വാർത്ത വരും. കോളേജും പ്രിൻസിപ്പലും എല്ലാവരും വളരെ പെട്ടെന്ന് പ്രശസ്തരായിത്തീരും. പ്രിൻസിപ്പൽ പതറിപ്പോയി. നിങ്ങൾ ഈ പറയുന്നതൊക്കെ ശരിയാണോ? അവരെ 2 പേരെയും വിളിക്കൂ. പ്രിൻസിപ്പൽ ഉടൻ തന്നെ സോണിയ ഡേവിഡിനെയും താരാകൃഷ്ണൻ ഉണ്ണിയെയും വിളിച്ചു വരുത്തി. ബബിതയെ കണ്ടതും അവരുടെ മുഖം വെള്ളക്കടലാസ് പോലെ വിളറി. നിങ്ങൾക്ക് ഏതെങ്കിലും സെക്സ് റാക്കറ്റുമായി കണക്ഷൻ ഉണ്ടോ? പ്രിൻസിപ്പൽ ചോദിച്ചു. ഇല്ലെന്ന് 2 പേരും ഒരേ സ്വരത്തിൽ നിഷേധിച്ചു. സ്വന്തം സഹോദരനാണെന്ന് പറഞ്ഞ സിദ്ധാർത്ഥൻ എന്നൊരാളെ താരാകൃഷ്ണൻ ഉണ്ണി ബബിതയ്ക്ക് പരിചയപ്പെടുത്തുകയും സ്വന്തം വീട്ടിലേക്കെന്ന് പറഞ്ഞ് ഒരു പെൺവാണിഭ കേന്ദ്രത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്തിട്ടുണ്ടോ? സ്റ്റാൻലി അവരോട് ചോദിച്ചു. ഇല്ല, അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല. താരയും സോണിയയും തറപ്പിച്ചു പറഞ്ഞു. ഓക്കെ, സോറി സിസ്റ്റർ. ഇവരുടെ അഡ്രസ്സും ഫോൺ നമ്പറും കുറിച്ചു വെച്ചോ. ഇന്ന് ഉച്ചതിരിഞ്ഞ് ഞാനും ബബിതയും സിറ്റി പോലീസ് കമ്മീഷണറെ കാണുന്നുണ്ട്. അവർ തെളിയിക്കട്ടെ. സിസ്റ്ററിന് വലിയ തലവേദന വരും. അത്രയും പറഞ്ഞ് സ്റ്റാൻലി ബബിതയെയും കൊണ്ട് പ്രിൻസിപ്പലിന്റെ ഓഫീസ് റൂമിൽ നിന്നും ഇറങ്ങിപ്പോയി. കമ്മീഷണറുടെ ഓഫീസിലേക്ക് സ്റ്റാൻലിയോടും ബബിതയോടും ഒപ്പം മാമച്ചനും കൂടി പോവുകയുണ്ടായി. മാമച്ചൻ തന്റെ സ്വാധീനം ഉപയോഗിച്ച് കമ്മീഷണറുടെ ഒരു സുഹൃത്തിനെ കൊണ്ട് രാവിലെ തന്നെ കമ്മീഷണറെ വിളിപ്പിച്ചിരുന്നു. കമ്മീഷണറുടെ ഓഫീസിൽ SP സന്നിഹിതനായിരുന്നു. പരിചയപ്പെടുത്തൽ ചടങ്ങ് വേഗം കഴിഞ്ഞു. കമ്മീഷണർ മര്യാദയോടുകൂടിയാണ് പെരുമാറിയത്. അയാൾക്ക് ബബിതയുമായി സംസാരിക്കണമെന്നും പറഞ്ഞു. സ്റ്റാൻലിയും മാമച്ചനും ഇരിക്കാൻ പാടില്ല. ബബിതയെ ചോദ്യം ചെയ്ത് ബുദ്ധിമുട്ടിക്കരുതെന്നും സ്റ്റാൻലി അഭ്യർത്ഥിച്ചു. അവൾ സത്യം മാത്രമേ പറയേണ്ടതുള്ളൂ. യാതൊരു ടെൻഷനും വേണ്ട. കമ്മീഷണർ ഉറപ്പു നൽകി. അറിയാവുന്നതെല്ലാം ധൈര്യമായിട്ട് പറഞ്ഞോളൂ. ആരോടും ഒരു അനീതിയും നീ കാട്ടിയിട്ടില്ല. നിനക്കാണ് നീതി കിട്ടേണ്ടത്. ഞാൻ കൂടെ ഇരിപ്പുണ്ടെന്ന് തന്നെ വിചാരിച്ചു, സ്റ്റാൻലി ബബിതയെ ബോധ്യപ്പെടുത്തി. മാമച്ചനോടും സ്റ്റാൻലിയോടുമൊപ്പം SP കമ്മീഷണറും മുറിയിൽ നിന്നും ഇറങ്ങിപ്പോന്നു. റൂമിനുള്ളിൽ കമ്മീഷണറും ബബിതയും മാത്രമായി. കമ്മീഷണറുടെ ഓഫീസിൽ നിന്നും കാറിൽ മടങ്ങുമ്പോൾ സ്റ്റാൻലി ബബിതയോട് ചോദിച്ചു. കമ്മീഷണർ വളരെ പൊളൈറ്റായിട്ടല്ലേ പെരുമാറിയത്? ബബിത സ്റ്റാൻലിയെ നോക്കിയിട്ട് തലയാട്ടി. പിന്നെ എന്തിനാണ് കരഞ്ഞത്? ബബിത ഒന്നും മിണ്ടാതെ മടിയിൽ വിരലുകൾ അമർത്തിവെച്ച് അതിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു. ഭീഷണിപ്പെടുത്തിയോ? ഇല്ലെന്ന് അവൾ തലവെട്ടിച്ചു. കേസിൽ പ്രതി ചേർക്കുമെന്ന് സാക്ഷിയാക്കുമെന്നോ പറഞ്ഞു. ഇല്ല. അപ്പോഴേക്കും വീണ്ടും ബബിതയുടെ മിഴികൾ നിറഞ്ഞു തുളുമ്പി. കമ്മീഷണറുടെ സംസാരിക്കുന്നതിനിടയിൽ അവൾ നല്ലപോലെ കരഞ്ഞിട്ടുണ്ടെന്ന് സ്റ്റാലിക്ക് ഉറപ്പായിരുന്നു. പുറത്തു വന്നപ്പോൾ അവളുടെ കണ്ണുകൾ ചുവന്ന് കലങ്ങിയിരുന്നു. കവിൾത്തടം കരഞ്ഞു തിണർത്തിരുന്നു. എന്തു പറ്റിയെന്ന് പറയാതെ ഞാൻ എങ്ങനെ അറിയും? സ്റ്റാൻലി ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ ആരോടുന്നില്ലാതെ പറഞ്ഞു. ബബിത കർച്ചീഫ് കൊണ്ട് കണ്ണു തുടച്ചു. ഞാൻ കാരണം പപ്പയ്ക്കും ബുദ്ധിമുട്ടായി. എത്ര പേരാ ഞാൻ കാരണം? എല്ലാ മനുഷ്യർക്കും ആരെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടിച്ചേ പറ്റൂ. അല്ലാതെങ്ങനെ ജീവിക്കും? ഞാനും നീയും ഫുഡ് കഴിക്കുമ്പോൾ അതിൻ്റെ പുറകിൽ കുറേ പേരുടെ ബുദ്ധിമുട്ടുണ്ട്. അതിനുള്ള ധാന്യം കൃഷി ചെയ്ത് ഉൽപ്പാദിപ്പിച്ചവർ, അത് പാകം ചെയ്തവർ, വിളമ്പിയർ, അങ്ങനെ ഞാൻ ഈ കാർ ഓടിക്കുമ്പോൾ അതിനു പുറകിൽ എത്രയോ പേരുടെ ബുദ്ധിമുട്ടുണ്ട്. കാർ നിർമ്മിച്ചവർ, വിൽപ്പനയ്ക്ക് വെച്ചവർ, ഇതിലൊഴിക്കാനുള്ള പെട്രോൾ ഖനനം ചെയ്തവർ, അത് സംസ്കരിച്ചവർ, അറിയാതെയും അറിഞ്ഞും അങ്ങോട്ടും ഇങ്ങോട്ടും തോൾച്ചാരിയും കൈപിടിച്ചുമാണ് മനുഷ്യരെല്ലാം ജീവിക്കുന്നത്. നിനക്ക് വേണ്ടി ബുദ്ധിമുട്ടുമ്പോൾ എനിക്ക് പിറക്കേണ്ടിയിരുന്ന മകൾക്ക് വേണ്ടിയാണല്ലോ എന്നോർത്ത് ഞാൻ സന്തോഷിക്കുന്നു. പിന്നെയും ബബിതയുടെ കണ്ണിൽ വെള്ളം നിറഞ്ഞു. ശരി, ഞാനൊന്നും ചോദിക്കുന്നില്ല. ഞാൻ എല്ലാം മറന്നതായിരുന്നു പപ്പ. കമ്മീഷണർ ചോദിച്ചപ്പോൾ ബബിത വിതുമ്പി. സാരമില്ല, ഇത് നിനക്ക് കൂടുതൽ ധൈര്യം തരും. ഒരു പോറൽ പോലും ഏൽക്കാതെ, ഒരിറ്റു കയ്പ് പോലും ഇറക്കാതെ, ഒരു തുള്ളി കണ്ണുനീർ പോലും പൊഴിക്കാതെ, ഒരു ദുസ്വപ്നം പോലും കാണാതെ കടന്നു പോകുന്നവർ ജീവിതത്തിന്റെ രുചി അറിയുന്നില്ല. ബബിത തുവാലയാൽ കണ്ണീരൊപ്പി.
അല്പം കഴിഞ്ഞ് സ്റ്റാൻലിയോട് ചോദിച്ചു. പപ്പിയോട് കമ്മീഷണർ സാർ സംസാരിച്ചില്ലേ? നിന്നെ ചോദ്യം ചെയ്തപ്പോൾ അവർക്ക് കിട്ടിയത് അവരിതുവരെ അറിയാത്ത കാര്യങ്ങളാണ്. കമ്മീഷണർ വല്ലാത്തൊരു ആശയക്കുഴപ്പത്തിലാണെന്ന് തോന്നി. കേസ് പ്രൊസീഡ് ചെയ്യാനും വയ്യ, ചെയ്യാതിരിക്കാനും വയ്യ. ന്യൂസ് പേപ്പറിലൊക്കെ വരൂ പപ്പ. ബബിതയ്ക്ക് വേവലാതിയായി. അറിയില്ല, അവർക്ക് സത്യം മനസ്സിലായി. നീ പരാതിക്കാരിയുടെ സ്ഥാനത്ത് നിൽക്കുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പരാതിപ്പെടാനായിരുന്നെങ്കിൽ എത്രയോ നേരത്തെ ആകാമായിരുന്നെന്ന്. നിന്നെക്കുറിച്ച് കമ്മീഷണർക്ക് വലിയ സഹതാപമുണ്ട്. എന്നോട് പറഞ്ഞു കഴിഞ്ഞതെല്ലാം മറന്ന് പഠിപ്പ് തുടരണമെന്നും ധൈര്യമായിട്ടിരിക്കണമെന്നും. അതാണ് ഞാനും പറഞ്ഞത്, പേടിക്കണ്ടെന്ന്. കമ്മീഷണർക്ക് ബോധ്യപ്പെട്ടു അവരെല്ലാവരും കൂടി നിന്നെ ചീറ്റ് ചെയ്യുകയായിരുന്നെന്ന്. കേസിന്റെ പേരിൽ നിനക്കൊരു ബുദ്ധിമുട്ടുമുണ്ടാകരുതെന്ന് കമ്മീഷണർക്കും ആഗ്രഹമുണ്ട്. വീട്ടിലെത്തിയ ശേഷം സ്റ്റാൻലി മാമച്ചനെ കാര്യങ്ങൾ ധരിപ്പിച്ചു. ബബിത അലീനയെ ഫോണിൽ വിളിച്ച് എല്ലാം വിശദമായി പറഞ്ഞു. ഒട്ടും ആശങ്കപ്പെടേണ്ടെന്ന് അലീന അവളെ ആശ്വസിപ്പിച്ചു. അതെല്ലാം പപ്പ നോക്കിക്കൊള്ളും. നീ ഒരു ഭാരമിറക്കി വെച്ച പോലെ വെറുതെ ഇരുന്ന് വിശ്രമിച്ചാൽ മതി. അങ്ങനെ ബബിതയെ സ്നേഹിക്കുന്നതോട് കൂടി തന്നെ സ്റ്റാൻലി വൈജയുടെ എല്ലാ മക്കളെയും തൻ്റെ സ്വന്തം മക്കളെ പോലെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യാൻ ശ്രമിക്കുകയാണ് കേട്ടോ. ബബിതയ്ക്ക് പറ്റിയ ഒരു അബദ്ധം അല്ലെങ്കിൽ അവളെ ചീറ്റ് ചെയ്തവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ചെയ്യേണ്ടതെല്ലാം സ്റ്റാൻലി മുന്നിട്ടിറങ്ങി തന്നെ ചെയ്യുന്നുണ്ട്. അവളുടെ ഒരു ലോക്കൽ ഗാർഡിയനായിട്ട് എന്നും സ്റ്റാൻലി കൂടെ ഉണ്ടാകും എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വീഡിയോ ഇഷ്ടമാണെന്ന് വെച്ചാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്